ഉത്തരമാറ്റിൻ പൊന്നും പുടവയും. ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ ഉജ്ജ്വല വിജയം ജനവിരുദ്ധ സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത അടിയാണെന്നും കാവൽ മന്ത്രിസഭയായി മാറിയ സർക്കാർ രാജിവെച്ച് ജനവിധി തേടണമെന്നും കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി പോൾ ആവശ്യപ്പെട്ടു. UDFന്റെ ആഭിമുഖ്യത്തിൽ മല്ലപ്പള്ളിയിൽ നടന്ന വിജയാഘോഷ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സ്ഥാനാർത്ഥി വിജയിക്കുക മാത്രമല്ല, അവർ കരുതിയത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള വലിയ താക്കീതും മുന്നറിയിപ്പുമാണ് എന്നുള്ള രീതിയിലാണ് വോട്ട് ചെയ്തത്. ഈ കാവൽ മന്ത്രിസഭയുടെ നായകനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു നിമിഷം വൈകാതെ പിണറായി വിജയൻ രാജിവെച്ച് ജനവിധി തേടുകയാണ് ചെയ്യേണ്ടത്. അന്തസ്സുള്ള VS അച്യുതാനന്ദൻ പറയുന്നത് പോലെ അല്പമെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം. വലിയ പ്രതീക്ഷയാണോ നിങ്ങൾക്കുള്ളത്? കേരളത്തിൽ ഒരുപാട് വികസനം കൊണ്ടുവന്ന് പറയുന്ന നിങ്ങൾ അങ്ങനെയെങ്കിൽ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വലിയ തിരിച്ചടി ഇവർക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDF തിരുവല്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് ലാലു തോമസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി കോശി P. സക്കറിയ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട്ട്, സുരേഷ് ബാബു പാലാഴി, അഡ്വക്കേറ്റ് സാം പട്ടേരിൽ, ജോൺസൺ കുര്യൻ, MK സുഭാഷ് കുമാർ, S. വിദ്യാമോൾ, TS ചന്ദ്രശേഖരൻ നായർ, മണിരാജ് പുന്നിലം, ലിൻസൺ പാറോലിക്കൽ, റജി പണിക്കമുറി, സുനിൽ നിരവുപുലം, KG സാബു, അനിൽ കയ്യാലത്ത്, റജി തേക്കുക്കൽ, KP സെൽവകുമാർ, റജി പമ്പഴ, ബെൻസി അലക്സ്, സിന്ധു സുഭാഷ്, സജി തോട്ടത്തിമലയിൽ, ടിജു തോമസ്, ബിജു പണിക്കമുറി, വർഗീസ് മമ്മൂട്ടിൽ, അനു ഊത്തുകുഴി, സനീഷ് അടവിക്കൽ, മനോജ് കവിയൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി.